നന്നായി വെട്ടി കഴുകി വാരി വെച്ചിരിക്കുന്ന ഒഴുക 1/2 കിലോ, 5-6 ചുവന്നുള്ളി, 1 മുറി തേങ്ങ, 4-5 പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 1 ടീസ്പൂൺ മഞ്ഞൾ, ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 2 തണ്ട് കരിയാപ്പില, 2-3 കുടംപുളി 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയിലെ ജാറിലേക്ക് ഇടുക. അതിനൊപ്പം തന്നെ 5-6 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ഞാനത് 4-5 ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എണ്ണം കൂട്ടാം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. എടുത്തു വെച്ചിരിക്കുന്ന ഒഴുക കറിച്ചട്ടിയിലേക്ക് മാറ്റുക. അതിനൊപ്പം തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇടുക. അരപ്പും ഒഴുകയും നല്ലതുപോലെ തിരുമ്മി മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2-3 കരിയാപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം കരിയാപ്പിലയും ഒഴുകയും എല്ലാം നല്ലതുപോലെ തിരുമ്മി വീണ്ടും മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിക്കുക. ആവശ്യത്തിനനുസരിച്ച് മാത്രം പുളിവെള്ളം ഒഴിക്കാവുള്ളൂ. അതും നല്ലതുപോലെ തിരുമ്മി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഇത്രയാകുമ്പോഴേക്കും നമ്മളുടെ പീരക്കറിക്കുള്ള അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ കത്തിച്ച് ചട്ടി അതിലേക്ക് വെക്കാം. 10 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ പീരക്കറി റെഡിയാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അടിയിൽ പിടിക്കരുത്. എരിവും പുളിയും ഉപ്പുമൊക്കെ നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഇത് ഉണ്ടാക്കി ഉടനെ ഉപയോഗിക്കരുത്. പിറ്റേ ദിവസം ഉപയോഗിച്ചാൽ അതിൻ്റെ അകത്ത് പുളിയും ഉപ്പുമൊക്കെ നല്ലപോലെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഈ കറി ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.